നമസ്കാരം. ഒരു വ്യക്തിക്ക് ശുക്രൻ അനുകൂലമാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സൗഭാഗ്യവും ഐശ്വര്യങ്ങളും വന്നു ചേരും. എന്നാൽ പ്രതികൂലമാണ് എങ്കിൽ അവർക്ക് ദുഃഖ ദുരിതങ്ങൾ കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരാം. ശുക്രൻ മകരത്തിൽ പ്രവേശിക്കുകയാണ്. അതിനാൽ തന്നെ ഈ മാസം, അതായത് ഇന്നു മുതൽ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ, ശുക്രദശയ്ക്ക് തുല്യമായ ഫലങ്ങൾ ചില രാശിക്കാരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയാണ്. ഈ ഭാഗ്യം ചെയ്ത രാശിക്കാർ അഥവാ സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാൻ സാധ്യത കൂടുതലുള്ള ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാർക്ക് നേട്ടങ്ങൾ നിരവധി വന്നു ചേരുന്ന ദിവസങ്ങളാണ് ഇനി വന്നു ചേരുക. ഇന്നു മുതൽ ഇത്തരം കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാം. ഒട്ടനവധിയാർന്ന അവസരങ്ങൾ അഥവാ നിരവധി നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. കരിയറുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തിക ബാധ്യതകൾ നിങ്ങൾക്കുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതാകാം. എന്നാൽ അത്തരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ അഥവാ സാമ്പത്തിക പ്രതിസന്ധികൾ തന്നെ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പഠനത്തിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സാമ്പത്തിക പ്രതിസന്ധികൾ അകലുകയും ബിസിനസ് പരമായി വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അതായത് വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അതിനാൽ തൊഴിൽപരമായ നേട്ടങ്ങൾ അഥവാ വിദ്യയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം പ്രധാനമായും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുക, അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ സാധിക്കുന്നതിനോടൊപ്പം ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് തൊഴിൽപരമായ അവസരങ്ങളാകാം. പുതിയ തൊഴിൽ ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ചില സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ശുക്രന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കർക്കിടകം രാശിക്കാർക്ക് കൈകളിൽ പണം വന്ന് ചേരുന്നതായ സമയമാണ് ഇത്. ബിസിനസ് പരമായി വളർച്ച നേടുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അല്പം കൂടി ലാഭം പല കാര്യങ്ങളിലും ലഭിക്കാം. എന്നാൽ ശ്രദ്ധയോടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ജീവിത നിലവാരം ഉയർത്തുവാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും സാമ്പത്തികപരമായ ഉയർച്ച മക്കൾക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. അല്ലെങ്കിൽ ജോലി ലഭിക്കുക, പഠനവുമായി ബന്ധപ്പെട്ട ഉയർച്ച, വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. വീട് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വീട് വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. യാത്രകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് അതിന് സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ സന്തോഷകരമായ ചില യാത്രകൾ വന്ന് ചേരാവുന്നതുമാകുന്നു. കൂടാതെ ഈ സമയം വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ, പഠനവുമായി ബന്ധപ്പെട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. പൊതുപ്രവർത്തകർക്ക് കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാം. പിന്തുണ വർദ്ധിക്കുന്നതായ സമയമാണ്. സ്വീകാര്യത നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം പ്രധാനമായും അധ്യാപകർക്കും മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ജോലിയിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. ചില വ്യക്തികളുടെ ഉപദേശത്താൽ ചില കാര്യങ്ങൾ അനുകൂലമാകാം. ധനപരമായും അല്ലാതെയും സഹായം സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്.
പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലുള്ള ചില വിഷമങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ധനപരമായ നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. കലാമേഖലകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു രാശി തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാർക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ, ശോഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. കച്ചവടത്തിൽ ഉയർച്ച നേടുക, വിപുലീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാനായുള്ള ചില ശ്രമങ്ങൾ, അതിൽ വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ പരാധീനതകൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കും. ജീവിത പ്രശ്നങ്ങൾ പലതുണ്ട് ജീവിതത്തിൽ. ഇതിൽ ചിലതെങ്കിലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വീട് പണി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിലും വേഗത്തിൽ പൂർത്തിയാക്കുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ, ചില തർക്കങ്ങൾ, അസ്വാരസ്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷവും സമാധാനവും കുടുംബജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ, ജോലിക്കായുള്ള ശ്രമങ്ങൾ, അത് വിജയം കാണുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ജോലി മാറുന്നു എങ്കിൽ പോലും നിലവിലുള്ള ജോലി കളഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കായി ശ്രമിക്കരുത്. ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ശ്രമങ്ങൾ നടത്തുന്നതാണ് ഉത്തമം. കൂടാതെ ജീവിത നിലവാരം ഉയർത്തുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പല ആകുലതകളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൂടി പുലർത്തി മുന്നോട്ട് പോവുക. കൈകളിലേക്ക് പണം വന്നു ചേരും എങ്കിൽ പോലും ധനപരമായ ചെലവുകൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ അത്തരം ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പല വ്യക്തികളുടെയും പിന്തുണ നിങ്ങൾക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലുള്ള കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പൊതുവിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക.